ഫ്രണ്ട്സ് നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം, കുറേ നാളായിട്ട് പ്രിയയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പ്രിയയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള ഒരു ധ്വനിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊട്ടും ഇതൊക്കെ ആയിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും പ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം അറിയാത്തൊരു സാഹചര്യം. പക്ഷേ അതിനുള്ള ആ ഒരു ഉത്തരം അത് കിട്ടുന്നു. അങ്ങനെ മകൾ ഇന്നേ ദിവസം അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയ സമയത്ത് അമ്മ മകളുമായി സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു കോർക്കുക. ഈ സമയം അവൾ എന്നെ പറഞ്ഞോട്ടെ, അവൾ ഈ പറയുന്നതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഒരു പെറ്റമ്മയായ അമ്മ മറ്റൊരു പെറ്റമ്മയോടാണ് ഏറ്റവും വലിയ ദ്രോഹം ചെയ്തിരിക്കുന്നതെന്നും അമ്മ അതൊന്നും മറന്നുപോയിട്ടില്ലല്ലോ. ഈ പെറ്റമ്മ, അതായത് ഞാനെന്ന പെറ്റമ്മയോട് അമ്മ ചെയ്ത ദ്രോഹത്തെ പറ്റി അമ്മ മറന്നുപോയോ എന്ന് മകൾ അമ്മയോട് ചോദിക്കുന്നു. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അരുന്ധതിയുടെ നാവിറങ്ങിപ്പോയതുപോലെ അരുന്ധതി ഇരിക്കുകയാണ്, മകളുടെ മുന്നിൽ ഒന്നും പറയാൻ പറ്റാതെ. അങ്ങനെ ഇരിക്കുന്ന അരുന്ധതി എന്തോ വലിയ മഹാപാപം ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ അരുന്ധതിയോട് മകൾ ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും അരുന്ധതിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എന്തായാലും പ്രശ്നം വഷളാകുമെന്നായി കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് വന്ന് നമ്മുടെ ഗൗതം വിളിച്ചുകൊണ്ട് പോവുക, പ്രിയെ ബാ ചേച്ചി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്തായാലും ആ കൂട്ടത്തിൽ നന്ദ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് പിങ്കിക്കും അറിയില്ല ഇതെന്താ സംഭവം. പിങ്കി എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക, എന്തായിരിക്കും ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുള്ള ആ ദുരന്തം, അതിനെപ്പറ്റിയാണല്ലോ ഇവർ സംസാരിച്ചത്, എന്തായിരിക്കും ആ കാരണം, ഇതൊക്കെ പിങ്കി ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പിങ്കി ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഈ ഒരു എല്ലാവരും ഇരുന്ന്, അതായത് മോഹിനിയും അതുപോലെ തന്നെ ലക്ഷ്മിയും എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അരുന്ധതിയെ സമാധാനിപ്പിക്കുകയാണ്. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, അവൾ അവളുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. ഇന്നത്തെ ഈ ഒരു ദിവസമെങ്കിലും അവളുടെ മനസ്സ് തുറക്കാൻ ഒരു അവസരം അവൾക്ക് കിട്ടിയില്ല എങ്കിൽ പിന്നെ അവളുടെ ഈ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഏട്ടത്തി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നമുക്ക് പ്രിയ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു. അപ്പോഴും എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. ഏത് രീതിയിലാണ് സ്വന്തം മകളോട് അരുന്ധതി ക്രൂരത കാണിച്ചതെന്നുള്ളത്. എന്തായാലും ഇവർ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴും അരുന്ധതി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതിയെ കാണുന്നില്ല. ലക്ഷ്മി ആണെങ്കിൽ അതിലെല്ലാം തപ്പി നടക്കുന്നു. അരുന്ധതി എവിടെ പോയെന്ന് അറിയില്ല. അരുന്ധതിയെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും ഇതിലേക്ക് തപ്പി തേടി ഇങ്ങനെ നടക്കുക. ആ സമയത്താണ് പിന്നാമ്പുറത്ത് ചെന്ന് വിഷമിച്ചിരിക്കുന്ന അരുന്ധതിയെ നമ്മുടെ ലക്ഷ്മി കാണുന്നത്. കുറ്റം പറയാനും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും എല്ലാം മുൻപന്തിയിൽ നിൽക്കുകയാണ് ലക്ഷ്മിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ലക്ഷ്മിയുടെ മരുമകളുടെ കാര്യത്തിലാണെങ്കിലും അരുന്ധതി. പക്ഷേ അരുന്ധതിക്ക് ഒരു വീഴ്ച വന്നപ്പോൾ, അരുന്ധതിക്കൊരു വിഷമം വന്നപ്പോൾ ഒരു വാക്കുകൊണ്ടാവട്ടെ ഒരു നോട്ടം കൊണ്ടാവട്ടെ അരുന്ധതിയെ സഹായിക്കാൻ അല്ലെങ്കിൽ അരുന്ധതിയോട് സംസാരിക്കാൻ അരുന്ധതിക്ക് കൂട്ടായിട്ട് ഇപ്പോൾ ലക്ഷ്മി മാത്രമേ ഉള്ളൂ. ഈ പറയണ മോഹിനിയോ അല്ലെങ്കിൽ മഹേശ്വരൻ ഇവരാരുമില്ല. അവരൊക്കെ അവരുടെ പാട് നോക്കി പോയി. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അരുന്ധതിയുടെ അരികിലേക്ക് നമ്മുടെ ലക്ഷ്മി ചെന്നിട്ട് എന്താ ഏട്ടത്തി ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. എന്തിനാ ഏട്ടത്തി വിഷമിക്കുന്നത്? പ്രിയ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അതോർത്ത് ഏട്ടത്തി ഒരിക്കലും വിഷമിക്കരുതെന്നും അവളുടെ മനസ്സാണ് തുറന്ന് കാണിച്ചതെന്നും ഇന്നൊരു ദിവസമെങ്കിലും അവളുടെ മനസ്സ് തുറന്ന് അവളുടെ സങ്കടം പങ്കുവയ്ക്കാൻ അവൾക്ക് സാധിച്ചില്ലെങ്കിലും നമ്മൾ പിന്നെ എങ്ങനെ അവളുടെ വീട്ടിലുള്ളവരാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അരുന്ധതി ഏട്ടത്തി എങ്ങനെ അവളുടെ അമ്മയാണെന്ന് പറയും? അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്ത് തെറ്റാ ലക്ഷ്മി ചെയ്തത്? അവൾ പറയുന്നത് ഞാനാണ് അവളുടെ ജീവിതം നശിപ്പിച്ചത് എന്നുള്ളതാണ്. അവൾ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം ഞാനല്ലേ, അതുകൊണ്ടല്ലേ അവൾക്ക് ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്. ഇതൊക്കെ ഇങ്ങനെ അരുന്ധതി പറഞ്ഞപ്പോൾ എല്ലാം ശരി തന്നെയാണ് ഏട്ടത്തി, പക്ഷേ അതിൽ നമ്മൾ ചെയ്ത വലിയൊരു തെറ്റുണ്ടെന്ന് പറഞ്ഞു. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുന്ധതി അവൾ പറഞ്ഞില്ലേ പെറ്റമ്മയായ അമ്മയോട് പെറ്റമ്മയായ അമ്മ മറ്റൊരു പെറ്റമ്മയോടാണ് ദ്രോഹം ചെയ്തതെന്ന്. അവളോട് ഏട്ടത്തി ചെയ്ത ഏറ്റവും വലിയൊരു ദ്രോഹം അത് തന്നെയാണെന്ന് പറഞ്ഞു. അവൾ പ്രസവിച്ചത് എങ്ങനെയുള്ള കുഞ്ഞു ആയിക്കോട്ടെ, അതൊരു ചാപിള്ളയായിരുന്നെങ്കിലും ആ കുഞ്ഞിൻ്റെ മുഖം കാണാൻ ഈ ലോകത്ത് എല്ലാവരേക്കാളും അവകാശവും അധികാരവും ഉണ്ടായിരുന്നത് അവൾക്കാണ്. അവളെ ആ കുഞ്ഞിൻ്റെ മുഖം ഒരു നോക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു. ഏട്ടത്തി ആ ചെയ്തത് വലിയ തെറ്റാണ്. അവൾ പ്രസവിച്ച ചാപിള്ളയാണെങ്കിൽ കൂടി ആ കുഞ്ഞിൻ്റെ മുഖം കാണാൻ കഴിയാത്തത് അവളെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമായൊരു വേദനയല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി അരുന്ധതിയോട് ചോദിക്കുക. അപ്പോൾ അരുന്ധതിക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിഷമം വന്നു കേട്ടോ. കാരണം ലക്ഷ്മി പറയുന്ന കാര്യം സത്യമാണ്. ഒരമ്മയെന്നുള്ള നിലയിൽ ആ വലിയൊരു അവകാശത്തെയാണ് മകളിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച് ഈ അരുന്ധതി കളഞ്ഞത്. അപ്പോൾ അത് ശരിക്കും ഒരു വേദനയുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ആ ഒരു വലിയ ദുരൂഹതയുടെ കെട്ടഴിക്കുന്നു നമ്മുടെ ലക്ഷ്മി അവിടെ നിന്നുകൊണ്ട്.
അങ്ങനെ അരുന്ധതി ചെയ്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന നമ്മുടെ പ്രിയയുടെ ജീവിതം അതും തട്ടിത്തെറിപ്പിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചു നിർത്തി. ആരോരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവളുടെ ജീവിതം പിച്ച് ചീന്തി കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അവൾ പ്രതികരിക്കുന്നത് ഈ ഒരു ദിവസമല്ലേ ഉള്ളൂ, ബാക്കി എല്ലാ ദിവസവും അവൾ പറഞ്ഞതുപോലെ തന്നെ അവൾ സ്വയം ഉരുകി തീരുകയല്ലേ ഏട്ടത്തി. അവളെ എങ്ങനെയെങ്കിലും പഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ എന്നും ചോദിച്ച് ഇങ്ങനെ പറയണം. അപ്പം അങ്ങനെ ആ ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടെ ഇവർ രണ്ടുപേരും കൂടി. അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഏട്ടത്തിയുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ അരുന്ധതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക, നെഞ്ചിൽ കൈവച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ആ ഒരു ദുർവിധിയെക്കുറിച്ച് ഓർത്തിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ കോളേജിലെത്തി. അവിടെ നിന്ന് പുതിയ പ്രൊഫസർ വരിക. അപ്പോൾ പ്രൊഫസർ വന്ന സമയത്ത് പ്രൊഫസറിനെ സ്വീകരിക്കാനായിട്ട് അവർ കുട്ടികളെല്ലാം കൂടെ തീരുമാനിച്ചു. അപ്പോൾ മാലയും ബൊക്കയും അതൊക്കെ ഇട്ടിട്ടാട്ടോ അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നന്ദയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ട്. ആ സമയം അദ്ദേഹം അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാത്തിൽ നിന്നും വെറൈറ്റി ആയിട്ടൊരു മനുഷ്യൻ, വ്യത്യസ്തനായൊരു മനുഷ്യൻ. ആ മനുഷ്യൻ വന്നിറങ്ങിയ കുറച്ച് കടലയൊക്കെ കയ്യിലുണ്ട്, അതൊക്കെ കുറച്ചുകൊണ്ടാണ് വരുന്നത്. വന്നിറങ്ങിയപ്പോഴേക്കും കുട്ടികളെല്ലാവരും കൂടെ മാലയും അതുപോലെ ബൊക്കയൊക്കെ പിടിച്ച് നിൽക്കുന്നു സാറിന് വെൽക്കം ഒക്കെ ചെയ്യാനായിട്ട്. അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ നമ്മുടെ നന്ദ ഈ മാല അണിയിക്കാൻ ചെന്നതും ആ മാല പിടിച്ച് പറിച്ചിങ്ങ് മേടിച്ചു അദ്ദേഹം. എന്നിട്ട് ഈ മാലയെക്കുറിച്ച് കുറേ ഇതങ്ങ് പറഞ്ഞു. എന്തിനാണ് ഈ പ്രഹസനം എന്ന് ചോദിച്ചു. സർ, പ്രഹസനമല്ല, ഇത് ഞങ്ങളുടെ സാറിനോടുള്ള ആദരവാണെന്നുള്ള കാര്യം നന്ദ പറഞ്ഞപ്പോൾ ആദരവ്, ഈ മാല എൻ്റെ കഴുത്തിൽ അണിയുന്നതും ഈ മാല കയ്യിൽ പിടിക്കുന്നതും എല്ലാം ഒരുപോലെ തന്നെയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ അത് വാടിപ്പോകും. അതിന് പിന്നെ യാതൊരു മണമോ ഗുണമോ ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രഹസനങ്ങൾ തനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ മാല നമ്മുടെ നന്ദയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം അങ്ങ് കയറിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടയിലും അതുപോലെ തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ ഇങ്ങനെ മറിഞ്ഞു കിടപ്പുണ്ട്. ഒരു പക്ഷേ അത് പ്രിയയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കാം, അദ്ദേഹത്തിൻ്റെ വരവും ആ പ്രവർത്തികളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട്. അപ്പോൾ അദ്ദേഹം വന്ന് ഇറങ്ങി ഇങ്ങനെ പ്രവർത്തി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദയ്ക്കൊക്കെ ഭയങ്കര ഇൻസൾട്ടായിപ്പോയി. അതുപോലെ തന്നെ ബാക്കി സ്റ്റുഡൻസിനൊക്കെ അത് ഇൻസൾട്ടായിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞു, ഇദ്ദേഹം എന്തൊരു മനുഷ്യനാണ്, ഇയാളെന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇയാൾക്ക് എന്താ ഒരു മനസാക്ഷിയില്ലേ, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ സംസാരിക്കാൻ ഒരു കാരണമുണ്ടല്ലോ, ആ കാരണം എന്തായിരിക്കും എന്നാണ് ആ നിമിഷം നമ്മുടെ നന്ദ ചിന്തിച്ചത്. ഒരിക്കലും ഒരു കാരണവുമില്ലാതെ ഒരു വ്യക്തി കൊടുക്കുന്ന ആ ഒരു മാല അല്ലെങ്കിൽ ആ ഒരു ബൊക്ക അത് വലിച്ചെറിയേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ദുരൂഹതകൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനൊക്കെയുള്ള ഉത്തരം തേടിയായിരിക്കും നമ്മുടെ നന്ദയുടെ മുന്നോട്ടുള്ള യാത്ര. അതാണല്ലോ വേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ മിസ് ചെയ്യാതെ കാണണം. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.